എൻ്റെ കൂട്ടുകാരെ, നിങ്ങളുണ്ടല്ലോ ചുമ്മാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കി നിന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇത്രയും പ്രായമായി, ഇന്നലെയിലേക്ക് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നെന്താണ്, നാളെ എനിക്ക് വേണ്ടി എന്താണ് കാത്തിരിക്കണേന്ന് നോക്കുക. ഇന്നലെ എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാവും, ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതും ഓർത്ത് നമ്മൾ ഇന്നും ഇരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം ഒരു ഗതി പിടിക്കത്തില്ല. ഒരു ഗതി നമ്മൾ ഒരുപാട് മനുഷ്യന്മാരെ സ്നേഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് മനുഷ്യന്മാർക്ക് നന്മ ഇതുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, ഞാൻ അവർക്കൊക്കെ ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആരും നമുക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട, അങ്ങോട്ട് ജീവിക്കുക. ജോലിയില്ല നിങ്ങൾക്ക്, ആ ജോലിയും ചെയ്ത് നിങ്ങളുടെ സന്തോഷം നോക്കി ജീവിക്കുക. ഒരു മനുഷ്യന്റെ സന്തോഷം ഇനി നോക്കാൻ പോകണ്ട. ഇത്ര പ്രായം എനിക്ക് 40 വയസ്സായി, 40 വയസ്സാകാൻ പോവാ. അപ്പം ഈ 2026 ഞാൻ തീരുമാനിച്ച് എൻ്റെ ജീവിതം ഞാൻ എൻജോയ് ചെയ്യാൻ. അപ്പം ഞാനിപ്പം വിശക്കുന്നുണ്ട്, പോയി ഫുഡ് എടുക്കാം. അതാ പോകുന്നുണ്ട് ഫുഡ്. ഇതാകെ ഏത് സമയത്തും തീറ്റയാണോ എന്ന് ചോദിക്കുമ്പോൾ തീറ്റ ഇല്ലാണ്ട് ഇപ്പോൾ ഉള്ളത് ആകെ ഒരു സന്തോഷം ജിമ്മിൽ പോവുക, തിന്നുക, ജോലിക്ക് പോവുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ സന്തോഷമൊക്കെ ഉണ്ട്. നിങ്ങളുടെ കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ എന്താണെന്നുള്ളത്. എന്നെ അറിയാത്ത നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്നും മൈൻഡാക്കാറില്ല. പിന്നെ ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ സാമ്പാർ കൊഴിച്ചിട്ട് ചോറുണ്ണ. എൻ്റെ ജീവിതം എനിക്കല്ല അറിയുള്ളൂ മക്കളെ, അതേപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തിലൂടെയൊക്കെയാണ് കടന്നു പോണേന്നും എങ്ങനെയാണ് ഒക്കെ എന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പം സത്യമായിട്ട് നമ്മുടെ ജീവിതം നമ്മളിങ്ങനെയൊക്കെ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു കാര്യമില്ല. എൻ്റെ പ്രായം ഇവിടെ ഉണ്ട് കേട്ടോ, പ്രായമുണ്ട്, പ്രായം ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ബി പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.